കുമരപുത്തൂർ പഞ്ചായത്തിലെ 14-ാം വാർഡ് ഞെട്ടരക്കടവ് UDF സ്ഥാനാർത്ഥി KP ഹംസയ്ക്കൊപ്പമാണ് മലബാർ ടീം ഇന്നുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രചാരണങ്ങളും വാർത്താവിശേഷങ്ങളും കാണാം. നമസ്കാരം ഹംസക്ക. 3-ാം വട്ടമാണ് ഞെട്ടരക്കടവ് വാർഡിലേക്ക് വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. 2 തവണയും ഈ വാർഡ് അങ്ങേ വിജയിപ്പിച്ചു. 3-ാം വട്ടം ഇറങ്ങുമ്പോൾ എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? വിജയപ്രതീക്ഷയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 100% സാധ്യത ഈ വാർഡിലുണ്ട്. ഞാൻ കൊടുത്ത വാക്ക്, ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് അത് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2010 മുതൽ ഞാൻ 15-ൻ്റെ കാലയളവിൽ 2015 മുതൽ 2020 വരെ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനായിരുന്നു മെമ്പർ. അന്ന് ഞാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം 2019-20 കാലയളവിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ സമയത്ത് ഈ റോഡുകളൊക്കെ വളരെ ക്ലിയറായി. ഇത് ഈ ശാന്തിനഗർ മാണിപ്പള്ളിയൽ റോഡിന് 1.5 കിലോമീറ്റർ നീളമുള്ള ഈ റോഡിൽ ഒരു 400-500ഓളം വോട്ടുകളുള്ള പ്രദേശത്ത് കിടക്കുന്ന ഈ റോഡാണ് നമ്മൾ കാണാം. നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഞങ്ങൾ മറ്റേ മാണിപ്പള്ളിയിൽ വരെ അന്ന് റോഡ് പണിയും കോൺക്രീറ്റ് വർക്കും എല്ലാം ചെയ്ത് അവിടെ കൊണ്ടുപോയി വെച്ച് അവിടെ നൂറുകണക്കിന് ആളുകൾ വേനൽക്കാലങ്ങളായാൽ ആ സമയത്ത് കുളിക്കാനുള്ള ബുദ്ധിമുട്ടും ആളുകൾക്ക് കയറാനും ഇറങ്ങാനുള്ളൊരു സൗകര്യമുള്ള പുഴ, നെല്ലിപ്പുഴ പുഴയിൽ ഒരു കുളിക്കടവുണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ നമ്മൾ കരുതിയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി ഇവിടെ പരാജയപ്പെട്ടു. അതിൻ്റെ ശേഷം ഈ 2020 മുതൽ 25 കാലയളവിൽ ഈ വാർഡിൽ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല. നടന്നതായി കാണാൻ കഴിയുന്നത് കുറച്ച് കോൺക്രീറ്റ് വർക്കുകൾ കാണാൻ കഴിഞ്ഞു. അത് മെമ്പർ ഇതല്ല, ഗ്രാമീണ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പുകാർ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന പണികളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 5 കൊല്ലത്തെ മെമ്പറുടെ വികസന രേഖ ഈ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കടവിലും അതുപോലെ തന്നെ അമ്പലപ്പടിക്കയും. ആ വികസന രേഖയിൽ നിങ്ങൾക്ക് ഞാൻ രേഖാമൂലം അതിൽ എഴുതിയിട്ടുണ്ട്, ശാന്തിനഗർ പള്ളിക്കുളം സബ് റോഡിൻ്റെ നിർമ്മാണം 2 ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞു എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആ റോഡ് നിങ്ങൾ വന്നൊന്ന് കാണണം. ആ റോഡിൽ പണി കഴിഞ്ഞിട്ടുണ്ടോ, ആ പണി എടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് വന്ന് കണ്ട് അത് ബോധ്യപ്പെടുത്തണം. പിന്നെ ഞാൻ ഈ വാർഡിലെ മെമ്പറായി നിൽക്കുന്ന സമയത്താണ് നെല്ലിപ്പടി അങ്കലവാടിക്ക് സ്ഥലം വാങ്ങുകയും അതിൽ ബിൽഡിംഗ് കെട്ടുകയും അതിനുള്ള എല്ലാ ആധുനിക സൗകര്യത്തോടുകൂടുള്ള ബാലവാടി കൊടുന്നു. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നെല്ലിപ്പടിയിൽ ഉബൈദ് ചങ്ങലേരി പ്രസിഡൻറ്റും ഞാൻ അന്നത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ആ സമയത്താണ് ആ വായനശാല അവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ 4 സെൻറ്റ് കോളനി, ഇപ്പോൾ നമ്മൾ മെമ്പറെ വീട്ടിലേക്ക് പോകുന്ന വഴിയെന്ന് പറഞ്ഞു, അതിൽ 4 സെൻറ്റ് കോളനിയിലേക്കുള്ള ആ ഒരു റോഡ് സാധാ ഒരു പാടം വരമ്പായിരുന്നു. ആ പാടവരമ്പിന് 10 അടി നേരെ അവിടേക്ക് കോൺക്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ 4 സെൻറ്റ് കോളനിയിലേക്കുള്ള കറണ്ട് വൈദ്യുതി ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ നമ്മുടെ ഞെട്ടരക്കടവ് അങ്കലവാടി അന്ന് ഞാനുള്ള സമയത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അമ്പലപ്പറമ്പ് SC കോളനിയിലേക്കുള്ള കുടിവെള്ള പദ്ധതി അന്ന് ഞാനുള്ള സമയത്താണ് കൊടുക്കുന്നത്. ഒരു പദ്ധതിയും ഈ മെമ്പർക്ക് ഇവിടെ പറയാനില്ല. അത് അവർ വോട്ട് ചോദിക്കുന്നത് ഭർത്താവിനെ ഒന്നും കൂടി ജയിപ്പിച്ചു തരണം. എൻ്റെയൊക്കെ 5 കൊല്ലത്തെ തെറ്റ് പറ്റി, എനിക്കങ്ങനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ വീണ്ടും വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെമ്പർ നടക്കുന്നത്. ഈ വാർഡിൽ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് എല്ലാ വീടിനും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ നിർബന്ധമായുള്ളതാണ് എല്ലാ വീടിലും കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്ത് എല്ലാ ആളുകൾക്കും സംരക്ഷിക്കുക എന്ന പദ്ധതി മാത്രം കോഴിക്കുട്ടികൾ 5 കോഴിക്കുട്ടികൾ ഇവിടെ കൊടുത്തു എന്നല്ലാതെ ഈ വാർഡിൽ ഒരു വികസന പ്രവർത്തനം നടന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ എന്തിനാണ് ഈ വോട്ട് ചോദിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞെട്ടരക്കടവ് സെൻറ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഇടറോഡുകളിൽ ഒന്നാണ് ഈ കാണുന്ന ഈ റോഡ്. ഈ റോഡിലൂടെയാണ് നമ്മുടെ മെമ്പറുടെ വീട്ടിലേക്ക് ഉൾപ്പെടെ പോകുന്നത്. ഒരുപാട് വീടുകളുള്ള ഒരു റോഡാണിത്. ഏറ്റവും മോശം റോഡുകളിൽ ഒന്നാണിത്. ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒന്ന്
നിങ്ങൾക്ക് തന്നെ വീഡിയോ എടുത്ത് നോക്കിയാൽ ആളുകൾക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണത്. ഞെട്ടറക്കടവിൻ്റെ വികസനമില്ലായ്മയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ റോഡ്. സ്വന്തം വീട്ടിലേക്ക് പോകുന്ന റോഡ് പോലും മെമ്പറെ കൊണ്ട് ശരിയാക്കാൻ സാധിച്ചിട്ടില്ല. ആ മെമ്പറാണ് അടുത്ത 5 വർഷത്തേക്ക് ഇനിയും ഒരു അവസരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ഞെട്ടരക്കടവ് വാർഡ് കഴിഞ്ഞ വർഷം 12ാം വാർഡായിരുന്നു, കഴിഞ്ഞ വർഷം 11ാം വാർഡായിരുന്നു. ഇപ്പോൾ 14ാം വാർഡായിട്ടുള്ള ഞെട്ടരക്കടവിൽ കഴിഞ്ഞ ടേമിൻ്റെ 3 പ്രാവശ്യവും കഴിഞ്ഞ ടേമിൻ്റെ മുമ്പുള്ള 3 പ്രാവശ്യവും UDF ആയിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ആ 3 ടേംസ് കഴിഞ്ഞ ഉടനെ ഞെട്ടരക്കടവിൻ്റെ തെരുവ് വീതികൾ സന്ദർശിച്ച എല്ലാവർക്കും അറിയാം, എല്ലാ റോഡുകളും വളരെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 ടേം അതിൽ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KPMC ആയിരുന്നു, ഒരു പ്രാവശ്യം ശാന്തകുമാരിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക്, അതായത് ആ 15 വർഷവും ഞെട്ടരക്കടവിൽ വളരെ വലിയ വിപ്ലവപരമായിട്ടുള്ള വികസനങ്ങളാണ് കൊണ്ടുവരാൻ UDFന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ അഭിമാനമായിട്ട് കുമരമ്പത്തൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കാൻ പോലും നമ്മുടെ KPMCക്ക് വളരെ വെറ്ററനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷം നമ്മുടെ നാട്ടുകാർ ഒന്ന് മാറ്റി ചിന്തിച്ചതായിരിക്കാം. എന്തായാലും കഴിഞ്ഞ 5 വർഷം നാട്ടുകാരിപ്പോൾ മൊത്തം നമ്മളെവിടെയും ഫീൽഡ് വർക്കിനൊക്കെ പോകുമ്പോഴൊക്കെ ആളുകളുടെ അഭിപ്രായം കേൾക്കുന്നത് മെമ്പർ ഉണ്ടോ എന്ന് തന്നെ അവർക്കറിയില്ല. വെറും ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ ഒരു മെമ്പറിൻ്റെ ആവശ്യമില്ലല്ലോ. ആളുകൾ പറയുന്നത് എല്ലാ ഫോമും പൂരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാ വീട്ടിലും കയറുന്നുണ്ടെന്ന് പറയുന്നത്. ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ ഏതൊരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു ശോചനാവസ്ഥ പറഞ്ഞാൽ ഞങ്ങൾ UDFകാർ ശരിയാക്കി കൊടുത്ത എല്ലാ റോഡുകളും പൊളിഞ്ഞ് പാളീസായി കിടക്കുന്ന ഒരവസ്ഥയാണ്. അതും ഞെട്ടരക്കടവിൻ്റെ ഏത് തെരുവീതിയിൽ സന്ദർശിച്ചാലും അതിലൂടെ നമ്മൾ യാത്ര ചെയ്താലും നമുക്ക് അറിയുന്നൊരു അനുഭവമാണിത്. മാത്രമല്ല 100 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 25 മീറ്ററൊക്കെ കോൺക്രീറ്റ് റോഡുകൾ മെമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകളുടെ അഭിപ്രായം പോലും തേടാതെ, അതിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ്, എവിടേക്കാണ് വെള്ളം പോകേണ്ടതെന്ന് പോലും ചോദിക്കാതെ, ഇനി അതൊന്ന് ഒരു ഓർഡർ എന്ന രീതിയിൽ ചോദ്യം ചോദിച്ചപ്പോൾ അത് നിങ്ങൾ ആദ്യം പറയണ്ടേ, നിങ്ങൾ അവിടെ കോറി വേസ്റ്റ് കൊടുത്തിട്ടുണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റുള്ളവരുടെ മതിൽ നശിപ്പിച്ച് അല്ലെങ്കിൽ ആ തൊട്ടപ്പുറത്തെ വീടിൻ്റെ ഒരു അഭിപ്രായം തേടി അത് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമില്ലാതെ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനമാണ്. എന്തോ രാഷ്ട്രീയം, ഒരു വികസനം നടത്തുമ്പോൾ രാഷ്ട്രീയം കാണുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം മെമ്പർ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. KPMCയുടെ നേതൃത്വത്തിൽ UDF നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇനിയുള്ള 5 വർഷം, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് മാതൃക കാണിച്ചെന്ന KPMC ഇനിയും നമ്മുടെ വികസനത്തിന് നമ്മളെ കൂടുതൽ ഈ റോഡുകളുടെ ശോചനാവസ്ഥയൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെല്ലാവരുടെയും പിന്തുണ ഇപ്പോൾ നമ്മുടെ KPMCക്കുണ്ട്. അതുകൊണ്ട് ജയിക്കുമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. 5 വർഷം മുമ്പ് നമ്മുടെ മെമ്പറായിരിക്കുന്ന കാലത്ത് കൊണ്ടുവന്ന ഒരു പ്രാദേശിക കുടിവെള്ള പദ്ധതിയാണിത്. അന്ന് ഇതിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കി, കോയൽക്കിണർ കുത്തി, അത്യാവശ്യം പൈപ്പും കണക്ഷനും ഇലക്ട്രിസിറ്റിയൊക്കെ എടുത്തു. അപ്പോഴേക്കും ഇലക്ഷൻ വന്നു, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടുകൂടി ബാക്കി പ്രവർത്തനങ്ങളൊക്കെ അന്ന് നിർത്തിവെക്കേണ്ടി വന്നു. നിർഭാഗ്യവശാൽ CPMൻ്റെ മെമ്പറാണ് പിന്നീട് ഈ വാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം ഈ കുടിവെള്ള പദ്ധതിനെ, ഈ പ്രാദേശിക കുടിവെള്ള പദ്ധതിനെ പൂർണ്ണമായും ഉപേക്ഷിച്ച ഒരു സമീപനമാണ് മെമ്പർ സ്വീകരിച്ചത്. ഒരു 10-40 വീടുകളിലേക്ക് വെള്ളം കൊടുക്കുന്നൊരു പദ്ധതിയായിട്ട് നമ്മൾ ആവിഷ്കരിച്ചൊരു പദ്ധതിയായിരുന്നു. അതായത് ഞെട്ടരക്കടവിൻ്റെ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ കുടിവെള്ളത്തിന് അത്യാവശ്യം നല്ല ക്ഷാമം നേരിട്ട കാലത്ത് നമ്മൾ കൊണ്ടുവന്ന പദ്ധതിയാണ്. എന്നാൽ മെമ്പർ തികച്ചും രാഷ്ട്രീയ വൈരാഗ്യം മാത്രം മനസ്സിൽ കണക്കുകൂട്ടി അതിനുശേഷം ഇതിൻ്റെ എല്ലാ തുടർ നടപടികളും നിർത്തിവെക്കുകയാണ് മെമ്പർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു സ്മാരകം പോലെ 5 വർഷമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു വാഗ്ദാനങ്ങളിൽ ഒന്നാണ്, ഞങ്ങൾ ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കുടിവെള്ള പദ്ധതിയുടെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു വാഗ്ദാനം. അന്നിപ്പോൾ പൈപ്പൊക്കെ ഇട്ടിരുന്നു, ആ പൈപ്പൊക്കെ മറ്റേ പൈപ്പ് വന്നപ്പോൾ അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞു. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇത് 3 ഫേസ് കണക്ഷനാണ്. മാസം 300 രൂപയോളം 2 മാസത്തേക്ക് ബില്ല് അടയ്ക്കണം. ഇപ്പോൾ 3 വർഷം ഞാൻ അടച്ചു. അത് കഴിഞ്ഞാൽ ഇവർ വെള്ളം പോയപ്പോൾ ഇവിടുന്ന് കുറച്ച് ദിവസം വെള്ളം എടുത്തപ്പോൾ 2 വർഷത്തോളം അടച്ചു. അത് ഇടയ്ക്കിടയ്ക്ക് കേട് വരുമ്പോൾ 5000-6000 ഒക്കെയാണ് ബില്ല് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഒരു ഉപകാരമില്ല. ആ കണക്ഷൻ വിട്ടാൽ ഇപ്പം കണക്ഷൻ ഞങ്ങൾ വെക്കാൻ പോയാൽ അതിന് ഞങ്ങൾ 1000 രൂപയോളം അടച്ചിട്ടാണ് കണക്ഷൻ വേറെ എടുത്തണം. ഇതിൽ 3 ഫേസ് കണക്ഷൻ അല്ലാതെ പറ്റില്ല. അപ്പോൾ 3 ഫേസ് കണക്ഷൻ ആകുമ്പോൾ മാസം 300 രൂപയോളം അത് ബില്ല് വരുന്നുണ്ട്, ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഭാരം. ഇപ്പോൾ 3 വർഷം പിന്നെ 300 വെച്ച് ബില്ലടയ്ക്കാന്ന് പറയുമ്പോൾ നല്ലൊരു സംഖ്യയായി. അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഈ തെരഞ്ഞെടുപ്പിൽ KPMC ഈ വാർഡിൽ നിന്ന് വിജയിച്ചു വരികയാണെങ്കിൽ എന്തായിരിക്കും വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? എങ്ങനെയൊക്കെയായിരിക്കും പ്രവർത്തന ശൈലി? ആദ്യം
ഈ വാർഡിൽ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു 100-300ഓളം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. പിന്നെ ഒരുപാട് കൃഷികൾ ഇവിടെ ഉണ്ട്. വേനൽക്കാലമായാൽ ഈ പുഴയിലേക്ക് വരണം കുളിക്കാൻ. അപ്പോൾ ഈ റോഡ് തന്നെയാണ് മുഖ്യ അജണ്ട. ആദ്യമായി ചെയ്യുന്ന പ്രയോറിറ്റി ഈ റോഡിന് തന്നെയാണ്. ഇതിൻ്റെ പാച്ച് വർക്ക് അത് ഞാൻ മെമ്പറാകുന്ന സമയത്താണ് ഈ റോഡിൻ്റെ പണികൾ കഴിഞ്ഞത്. അത് വീണ്ടും ഞാൻ തന്നെ മെമ്പറായി വരികയാണെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം പണി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ മസാനം നമ്മുടെ ഹരിജൻ മസാനങ്ങളാണ്, SCP ആണ്. അതുകൊണ്ട് ഈ മസാനത്തിന് ഒരു ചുറ്റുമതിലും അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ അടക്കം ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കുള്ള മെറ്റീരിയൽസ് വെക്കാനുള്ള കൈക്കോട്ട്, മടാൾ, അതുപോലെ തന്നെ ഒരു കിണർ, പിന്നെ ആ ബോഡി കൊണ്ടുവരാനും അത് സൂക്ഷിക്കാനുമുള്ള സാമൂഹികങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള മറ്റേ ഇത് ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ദയിപ്പിക്കൽ അങ്ങനെയുള്ളതൊന്നും ഇപ്പോൾ ഇവിടെ നടക്കില്ല. മറ്റേ ഈ 4 പുറം വീടുകൾ ഉണ്ടാകുമ്പോൾ അതിന് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു കാര്യം പെർമിഷൻ കിട്ടാനൊക്കെ ഒരുപാട് പ്രയാസം ഉണ്ടാവും. ഏതായാലും ഈ സ്ഥലം ഈ മസാനം ചുറ്റുമതിൽ കെട്ടി അത് സംരക്ഷിക്കും. കുമരംപുത്തൂർ വില്ലേജ് ഓഫീസിലേക്ക് നമുക്ക് ഒരു നികുതി അടക്കാനോ അതല്ലെങ്കിൽ ഒരു കൈവശ സർട്ടിഫിക്കറ്റിനോ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഇവിടുന്ന് 13 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ബസ് കയറിയിട്ട് വേണം പോകാൻ. ഒരു ദിവസത്തെ സമയമുണ്ട്. പറ്റുകയാണെങ്കിൽ ഒരു വില്ലേജ് കുമരംപുത്തൂർ മറ്റേ 3ാം വില്ലേജായിട്ട് ഇവിടെ ചങ്ങലി ഞെട്ടരക്കടവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇത് എങ്ങനെ ഇങ്ങോട്ടൊരു റോഡ് അതായത് 4 സെൻറ്റ് കോളനിയിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നമ്മൾ ഞെട്ടരക്കടവ് ജംഗ്ഷനിലേക്ക് എത്തും. അതും തന്നെ ഇവിടെ 2, 3, 4 ആളെ പേരിലുള്ള സ്ഥലങ്ങളാണ്. അത് 2 ഭാഗത്തുനിന്നും എടുത്ത് അതിനുള്ളൊരു ശ്രമം നടത്തും. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരുപാട് ആളുകൾക്ക് വന്ന് കുളിക്കാനുള്ള ഒരു കുളിക്കടവ്, അതുപോലെ തന്നെ പാലത്തിൻ്റെ അപ്പുറത്ത് നമ്മളെ ഞെട്ടരക്കടവ് പാലത്തിൻ്റെ റോഡിൻ്റെ കുന്തിപ്പുഴ അവിടെയും ഒരുപാട് ആളുകൾക്ക് കുളിക്കാൻ വൈകുന്നേരങ്ങളായാൽ അവിടെയും ഒരു കുളിക്കടവ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണമെന്നാണ് കരുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഒരു വീട്ടിൽ സാധാരണഗതിയിലുള്ള വീട്ടമ്മമാർക്ക് ഭർത്താക്കന്മാർ എന്തെങ്കിലും ജോലി കഴിഞ്ഞ് കൊണ്ടുവരാൻ മാത്രം നോക്കിയിരിക്കുന്ന അമ്മമാരെ എന്തെങ്കിലും പുതിയ സംരംഭം കൊടുന്ന് ഒന്നെങ്കിൽ കുടുംബശ്രീ മുഖേനയോ അതല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ എങ്ങനെയെങ്കിലും ഒരു കുടുംബശ്രീ സംവിധാനത്തിൽ കൊടുന്ന് അവരെ വീടിൻ്റെ സംരക്ഷണം അവർക്കും കൂടെ ഒരു 10 രൂപയുടെ ഉപകാരം നടത്തി അവരെ കുട്ടികളെ പോറ്റാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും അതുപോലെ തൊട്ടടുത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ അമ്മമാരെ കയ്യിൽ ഉണ്ടാകാനുള്ള ഒരു സംരംഭം കൊണ്ടുവരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ UDF സ്ഥാനാർത്ഥി KP ഹംസ ഇവിടെ ഈ 14ാം വാർഡിൽ ജയിക്കുകയാണെങ്കിൽ എൻ്റെ വക 4 സെൻറ്റ് സ്ഥലം വില്ലേജ് ഓഫീസിന് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. 2 തവണ പഞ്ചായത്ത് അംഗം, അതിൽ തന്നെ 1 തവണ പ്രസിഡന്റ്, ഞെട്ടരക്കടവുകാരുടെ വികസന നായകൻ ശ്രീ KP ഹംസ വിജയിച്ച് പഞ്ചായത്തിലെ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തട്ടെ എന്ന് മലബാർ ന്യൂസിനു വേണ്ടി ആശംസിക്കുന്നു. ഈ വരുന്ന 11-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ 14ാം വാർഡിലേക്ക് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ നിങ്ങൾ വിലയേറിയ ഓരോ വോട്ടും നൽകി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. UDF.